കിലോ ബാസാർ ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ഇന്ത്യയിൽ ആദ്യമായി ഗ്യാരണ്ടിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ പകുതി വിലയിലും താഴെ വിലയ്ക്ക് തൂക്കി വിൽക്കുന്നു. ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണനം. യൂറോടെക് കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരിയുടെ മണ്ണിലും. കിലോ ബാസാർ ബ്ലോക്ക് ഓഫീസിന് സമീപം ഉത്രാളിക്കാവ് ക്ഷേത്രത്തിനടുത്ത്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9995004661. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിദ്യാർത്ഥികളെ ഇറക്കണമെന്ന ആവശ്യത്തിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ കുട്ടികൾക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ അനുവദിക്കില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ മണ്ടൻ തീരുമാനമെന്ന് അദ്ദേഹം ചോദിച്ചു. ഏതെങ്കിലും കുട്ടികൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ അനുവദിക്കില്ലെന്നും അത് ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. അതേസമയം BJP ഇടപെടൽ കൊണ്ടാണ് SSK ഫണ്ട് ലഭിക്കാത്തതെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ലേബർ കോഡ് വിഷയത്തിലും ശിവൻകുട്ടി പ്രതികരിച്ചു. കേരളം ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. തൊഴിൽ വകുപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യമായ പങ്കുള്ളതാണ്. അതിൽ കേന്ദ്രം ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു. കേരളത്തിന്റെ നിലപാട് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 10 മണിക്ക് ലേബർ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുക്കാൻ പാടില്ലെന്ന നിർദ്ദേശവും നൽകും, അദ്ദേഹം പറഞ്ഞു. കരട് വിജ്ഞാപനം ഇറക്കിയത് സംബന്ധിച്ച് 2021 കാലഘട്ടത്തിൽ ഒരു റീജിയണൽ യോഗം ചേർന്നിരുന്നുവെന്ന് ശിവൻകുട്ടി പറഞ്ഞു. അത് ഉദ്യോഗസ്ഥ തലത്തിൽ ചേർന്ന യോഗമായിരുന്നു. അന്ന് റൂൾസ് ഉണ്ടാക്കിയെന്നും എന്നാൽ നടപ്പാക്കുന്നത് ചർച്ചയായില്ലെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. SIR ജോലികൾക്ക് വിദ്യാർത്ഥികളെ വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കത്തയച്ചിരുന്നു. എന്യൂമറേഷൻ ഫോം ശേഖരിക്കാനും ഡിജിറ്റലൈസേഷനുമാണ് വിദ്യാർത്ഥികളെ ആവശ്യപ്പെട്ടത്. ഈ മാസം 30 വരെ NCC, NSS വോളണ്ടിയർമാരെ വേണമെന്നായിരുന്നു ആവശ്യം. ഇതിനെതിരെയാണ് വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.